ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹിന്ദി മീഡിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ നന്ന ഉല്ലു അഥവാ കുഞ്ഞു മൂങ്ങ. അങ്ങനെയുള്ളൊരു കഥയാണ്, ഒരു കുഞ്ഞു മൂങ്ങയുടെ കഥയാണ്. അപ്പോൾ അതിനു മുമ്പായി നമുക്ക് നോക്കാം ചിത്രമേ ക്യാ ക്യാ ഹെ, ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്. ചിത്രമേ ഏക്ക് പേട് ഹെ, പേട് पर एक नन्हा उल्लू बैठा है ना. एक छोटा उल्लू, ഒരു മൂങ്ങ, ഒരു കുഞ്ഞു മൂങ്ങ ഇരിക്കുന്നുണ്ട്. സാമനെ ഏക്ക് ലഡ്ക ഖടാ ഹെ, ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴെ എഴുതിയ ഈ വരികളൊന്ന് നമുക്ക് നോക്കാം. പോഥി പടി പടി ജഗമുവ പണ്ഡിത് ഭയാനക് കോയ്, ढाई अक्षर प्रेम का पढ़े सो പണ്ഡിത് ഹോയ്. അതായത് ഇത് പണ്ട് ദോഹെ എന്ന് പറഞ്ഞാൽ ഈ കബീർദാസ്, തുളസീദാസ് തുടങ്ങിയ പണ്ടുള്ള കവികൾ കുറേ വരികൾ നമുക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ വരികൾ, അതായത് ഈ പണ്ടത്തെ ഹിന്ദിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല, പക്ഷേ നല്ല നല്ല അർത്ഥങ്ങളായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഈ വരികളുടെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം. പോഥി പടി പടി ജഗമുവ പണ്ഡിത് ഭയാനകോയ്, ढाई अक्षर प्रेम का पढ़े सो പണ്ഡിത് ഹോയ്. അതായത് പടി പടി, വലിയ വലിയ, ബഡേ ബഡേ, വലിയ വലിയ പോഥി, പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ജഗമുവ, ലോകത്ത് വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിച്ച് ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ട്. വലിയ വലിയ ബുക്കുകളൊക്കെ വായിച്ച്, ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച്. പണ്ഡിത് ഭയാനകോയ്, പക്ഷെ എല്ലാവരും പണ്ഡിതന്മാരായിട്ടില്ല. ढाई अक्षर प्रेम का पढ़े सो പണ്ഡിത് ഹോയ്. ढाई अक्षर, ढाई अक्षर, അക്ഷർ എന്ന് പറഞ്ഞാൽ അക്ഷർ, അതായത് 2 അക്ഷരങ്ങൾ, 2.5 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ढाई अक्षर प्रेम का, പ്രേം എന്ന ആ 2.5 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ, ढाई अक्षर प्रेम का, ആ പ്രേം എന്നുള്ള ആ 2.5 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ, പഠേ സോ പണ്ഡിത് ഹോയ്, അവരാണ് പണ്ഡിതന്മാർ. അതായത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഇതൊന്നുമില്ലാതെ കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ട് അവരൊന്നും പണ്ഡിതന്മാരാകുകയില്ല. സ്നേഹവും കരുണയും ദയയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം, പാഠത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇതൊരു കഹാനിയാണ്, കഥയാണ്. ഇതൊരു കഥയാണ്. കഥയുടെ പേരാണ് നന്ന ഉല്ലു. നന്ന ഉല്ലു, കുഞ്ഞു മൂങ്ങ. നോക്കൂ, നന്ന ഉല്ലു, കുഞ്ഞു മൂങ്ങ. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. അപ്പോൾ നമുക്ക് കഥയൊന്ന് നോക്കാം. ഇതൊരു കുഞ്ഞു മൂങ്ങയും അമ്മ മൂങ്ങയും തമ്മിലുള്ള സംഭാഷണമാണ്. അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം, അത് നമുക്കൊന്ന് നോക്കാം. നന്ന ഉല്ലു, അതായത് കുഞ്ഞു മൂങ്ങ. ജബ് വോ 2 साल का हो गया, അത് 2 വയസ്സായപ്പോൾ. ആരാണത്? ആ കുഞ്ഞു മൂങ്ങ. ജബ്, എപ്പോഴാണോ, വോ അവൻ, 2 साल का हो गया 2 വയസ്സായത്. ആ മൂങ്ങയ്ക്ക് എപ്പോഴാണോ 2 വയസ്സായത്, അപ്പോൾ നന്നേ ഉല്ലുനെ സവാൽ പൂച്ഛന ശുരു കിയ. നന്നേ ഉല്ലു, ആ കുഞ്ഞു മൂങ്ങ, സവാൽ ചോദ്യങ്ങൾ, പൂച്ഛന ചോദിക്കുവാൻ, ശുരു കിയ തുടങ്ങി, ആരംഭിച്ചു. പൂരി രാത്, രാത്രി മുഴുവൻ, പൂരി മുഴുവൻ, രാത്ത് രാത്രി, വോ അവൻ, അപ്നി അമ്മാക്കെ നന്ന ഉല്ലു. നന്ന ഉല്ലു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മൂങ്ങ. നന്ന എന്ന് പറഞ്ഞാൽ ചെറിയ, ഉല്ലു മൂങ്ങ. കഹാനി, കഥ. ഇതൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നന്ന ഉല്ലുവും, അതായത് കുഞ്ഞു മൂങ്ങയും അമ്മ ആയ ഉല്ലുവും, അമ്മ മൂങ്ങയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിൻ്റെ, അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് ഇത്. അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് നോക്കാം. ജബ് വോ 2 साल का हो गया, ജബ് എപ്പോഴാണോ, വോ അവൻ, 2 साल का हो गया ആ കുഞ്ഞു മൂങ്ങ, 2 2 2 സാൽ വർഷം, വയസ്സ്,
ദോ സാൽ കാ ഹോ ഗയ 2 വയസ്സായപ്പോൾ തോ ഉനെ നന്നേ ഉല്ലൂനെ അപ്പോൾ നന്നേ ഉല്ലു സവാൽ പൂച്ച്ന ശുരു കിയ ആ കുഞ്ഞു മൂങ്ങ സവാൽ ചോദ്യങ്ങൾ പൂച്ച്ന ചോദിക്കുവാൻ ശുരു കിയ തുടങ്ങി. പൂരി രാത്രി മുഴുവൻ അവൻ അപ്നി അമ്മാക്കെ സംഗ് തൻ്റെ അമ്മയോടൊപ്പം പൂരി മുഴുവൻ രാത്രിയും അവൻ അപ്നി തൻ്റെ അമ്മാക്കെ സംഗ് അമ്മയോടൊപ്പം സിതാരോ കെ നീച്ചെ ബൈഠ രഹത. സിതാരോ കെ നീച്ചെ സിതാര നക്ഷത്രം, സിതാരോ നക്ഷത്രങ്ങൾ, സിതാരോ കെ നീച്ചെ നക്ഷത്രങ്ങളുടെ താഴെ, ബൈഠ രഹത അതായത് ആകാശത്തിന് താഴെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, ആസ്മാൻ മേ കിത്നെ സിതാരെ ഹേ. അമ്മയോട് ചോദിക്കുകയാണ്, ആസ്മാൻ മേ ആകാശത്ത്, കിത്നെ സിതാരെ ഹേ എത്ര നക്ഷത്രങ്ങളുണ്ട് അമ്മേ. ഉസ്നെ ഏക് രാത്ത് അമ്മാസെ പൂച്ച അവൻ ഒരു രാത്രിയിൽ അമ്മയോട് ചോദിച്ചു, അമ്മേ ആസ്മാൻ മേ കിത്നെ സിതാരെ ഹേ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ബഹുത് സെ ധാരാളം അമ്മാനെ ജവാബ് ദിയ. അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, ബഹുത് സെ വളരെയധികം, കിത്നെ എത്ര, നന്നെ ഉല്ലുനെ ആസ്മാൻ കി ഓർ ദേഖ്തേ ഹുയെ പൂച്ച. അപ്പോൾ നന്നെ ഉല്ലു ആസ്മാൻ കി ഓർ ആകാശത്തിന് നേരെ ദേഖ്തേ ഹുയെ നോക്കിക്കൊണ്ട് പൂച്ച ചോദിച്ചു, കിത്നെ എത്ര എന്ന്, എത്ര സിത്താരയുണ്ട് എന്ന് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുരാനെ ലഗി. ഉസ്കി അമ്മ അവൻ്റെ അമ്മ മുസ്കുരാനെ ലഗി പുഞ്ചിരിക്കാൻ തുടങ്ങി. തും ഗിൻകർ ദേഖ്ലോ നീ എണ്ണി നോക്കുമോനെ എന്ന് ആര് പറഞ്ഞു? അമ്മ മൂങ്ങ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു മൂങ്ങ എണ്ണാൻ തുടങ്ങി. 1 2 3 4 101. 4 കഴിഞ്ഞു, 101. 101 102 102 അങ്ങനെ എണ്ണി ജബ് സൂരജ് നിക്കല അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ. മൂങ്ങകളൊക്കെ രാത്രി ഉറങ്ങാതിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന പക്ഷികളാണല്ലോ അല്ലേ. അപ്പോൾ ജബ് സൂരജ് നിക്കല സൂര്യൻ ഉദിക്കുന്നത് വരെ എണ്ണിക്കൊണ്ടേയിരുന്നു. നന്ന ഉല്ലു ജബ് തബ് ഭി ഗിൻ രഹാ ഥാ സൂര്യൻ ഉദിക്കുന്നത് വരെ. ജബ് സൂരജ് നിക്കല സൂര്യൻ ഉദിക്കുമ്പോൾ, നന്ന ഉല്ലു തബ്ബി നന്ന ഉല്ലു അപ്പോഴും, ഗിൻ രഹാ ഥാ എണ്ണുകയായിരുന്നു. 1001 1002 1001 1002. കിത്തനെ സിത്താരെ ഹേ ആസ്മാൻ മേ. അപ്പോൾ അമ്മാനെ നന്നെ ഉല്ലു സെ പൂച്ച. അപ്പോൾ അമ്മ ഉല്ലു ചോദിച്ചു, കിത്തനെ സിത്താരെ ഹേ എത്ര നക്ഷത്രങ്ങളുണ്ട് ആസ്മാൻ മേ ആകാശത്ത്. അമ്മാനെ നന്നെ ഉല്ലു സെ പൂച്ച അമ്മ നന്നെ ഉല്ലുവിനോട് ചോദിച്ചു. ഇത്തിനെ കി മേ ഗിൻ ഭി നഹി സക്ത എത്രയുണ്ടെന്നറിയാമോ? ഇത്രയധികം കി എത്രയെന്ന് വെച്ചാൽ മേ ഗിൻ ഭി നഹി സക്ത എനിക്ക് എണ്ണാൻ പോലും പറ്റുന്നില്ല, അത്രയധികം ഉണ്ടമ്മേ എന്ന് നന്ന ഉല്ലു പറഞ്ഞു. നന്നെ ഉല്ലുനെ പലക്കെ ചപക്കാത്തെ ഹുए कहा और अपना सिर पंखों में छिपाकर झट से सो गया. അങ്ങനെ നന്നെ ഉല്ലു പലക്കെ ചപ്കാത്തെ ഹുയെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട്, ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്, സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ചപ്കാത്തെ ഹുയെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട്, കൺപോളകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അപ്നാ സിർ എന്നിട്ട് തൻ്റെ തല പങ്കോമെ ചിപ്പാക്കർ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഝട്ട് സെ സോകെ പെട്ടെന്ന് തന്നെ ഉറങ്ങി. അഗലി രാത് അടുത്ത രാത്രി നന്നെ ഉല്ലുനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖ. അടുത്ത രാത്രി നന്നെ ഉല്ലു ആ കുഞ്ഞു മൂങ്ങ ഏക് ബാർ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഫിർ ആസ്മാൻ കി ഓർ ദേഖ വീണ്ടും ആസ്മാൻ കി ഓർ ദേഖ ആസ്മാനിനു നേരെ ആകാശത്തിന് നേരെ നോക്കി. അമ്മ ആസ്മാൻ കിത്ന ഊഞ്ചാ ഹേ അമ്മ ആകാശം എത്ര ഉയരത്തിലാ നിൽക്കുന്നത് അമ്മേ എന്ന് ആര് ചോദിച്ചു? നന്ന ഉല്ലു അമ്മയോട് ചോദിച്ചു. ബഹുത് ഊഞ്ച വളരെയധികം ഉയരത്തിലാണ് ആകാശം എന്ന് അമ്മ മറുപടി പറഞ്ഞു. കിത്ന ഊഞ്ച എത്ര ഉയരത്തിലാ? നന്നെ ഉല്ലുനെ ഫിർ പൂച്ച നന്നെ ഉല്ലു വീണ്ടും ചോദിച്ചു. ജാओ ജാക്കർ ദേഖ്ലോ നീ തന്നെ പോയി നോക്ക് എത്ര ഉയരത്തിലാണെന്ന്.
അമ്മാനെ കഹ, അമ്മ പറഞ്ഞു. തോ അങ്ങനെ നന്നാ ഉല്ലു ഊപ്പർ ആസ്മാൻ മേ ഉട. അങ്ങനെ നന്നാ ഉല്ലു കുഞ്ഞുമൂങ്ങ ഊപ്പർ മുകളിൽ, ആസ്മാൻ മേ ഉട ആകാശത്തേക്ക് ഉയർന്നു, പറന്നു പൊങ്ങി. അപ്നെ പേട് സെ ബഹോത് ഊപ്പർ, തൻ്റെ മരത്തിൻ്റെ എത്രയോ മുകളിൽ പറന്ന് പറന്ന് അവൻ ആകാശത്തേക്ക് ഉയർന്നു. വോ ബാദലോ സെ ഊപ്പർ ഉഡ് രഹാ ഥാ, അത് മേഘത്തെക്കാൾ ഉയരത്തിൽ പറക്കുകയായിരുന്നു. ആര്? നമ്മുടെ നന്ന ഉല്ലു. ലേക്കിൻ വോ ജിത്ന ഊപ്പർ ജാത്ത, അവൻ എത്രത്തോളം മുകളിലേക്ക് പോകുന്നുവോ, ആസ്മാൻ ഓർ ഭി ഊപ്പർ ചല ജാത്ത, ആകാശം വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകുന്നു. അവൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നു, എന്നിട്ടും അവൻ അവിടെ എത്തുന്നില്ല. അപ്പോഴും ആകാശം വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് തന്നെ പോകുന്നു. തോ കിത്ന ഊഞ്ചാ ഹേ ആസ്മാൻ, അമ്മാനെ പൂച്ച. അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, കിത്ന ഊഞ്ചാ ഹേ ആസ്മാൻ, മോനെ ആകാശം എത്ര ഉയരമുണ്ട് മോനെ, നീ നോക്കിയില്ലേ? അമ്മാനെ പൂച്ച. അമ്മ ചോദിച്ചു. ഇത്ന ഊഞ്ചാ, അമ്മേ എത്ര ഉയരമുണ്ടെന്നറിയോ? കി മേ ഉഡ്കർ പഹുഞ്ച് ഹീ നഹീ സക്താ, ഞാൻ പറന്നിട്ട് എത്തുന്നേ ഇല്ല, എനിക്ക് പറന്നെത്താൻ പറ്റുന്നില്ല, അത്രയധികം ഉയരത്തിലാണ് ആകാശം. നന്നെ ഉല്ലുവിനെ ജവാബ് ദിയ, നന്നെ ഉല്ലു മറുപടി പറഞ്ഞു. फिर उसने अपनी आंखें बंद की और झट से सो गया. പിന്നെ അവൻ എന്ത് ചെയ്തു? തൻ്റെ കണ്ണുകളടച്ച് झट से പെട്ടെന്ന് സോ ഗയ, ഉറങ്ങി. അഗലി രാത്, അടുത്ത രാത്രി നന്നേ ഉല്ലുനെ കുഞ്ഞുമൂങ്ങ സമുദ്ര കി ലഹരോं की आवाज सुनी, സമുദ്രത്തിലെ തിരമാലകളുടെ ശബ്ദം കേട്ടു. സമുദ്ര കി ലഹരോं की, സമുദ്രത്തിൻ്റെ തിരമാലകളുടെ ആവാസ്, ശബ്ദം, സുനി കേട്ടു. അപ്പോൾ അവൻ സമുദ്രത്തിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു, സമുദ്രമേ കിത്നി ലഹരേ ഹേ, അമ്മേ സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്? തിരമാലകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എത്ര തിരമാലകൾ ഉണ്ടാവും അമ്മേ? സമുദ്രമേ കിത്നി ലഹരേ ഹേ, സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്? ഉസ്നെ അമ്മാസെ പൂച്ച, അവൻ അമ്മയോട് ചോദിച്ചു. ബഹുത് സി, ധാരാളം, വളരെയധികം. അമ്മ ബോലി, അമ്മ പറഞ്ഞു. കിത്നി, എത്ര? നന്നെ ഉല്ലുവിനെ ഫിർ പൂച്ച, കുഞ്ഞുമൂങ്ങ വീണ്ടും ചോദിച്ചു. എത്രയുണ്ടെന്ന് പറയമ്മേ. ജാओ ജാക്കർ ഗിൻലോ, നീ തന്നെ പോയി എണ്ണിക്കോ. പോകൂ, ജാओ പോകൂ, ജാക്കർ ഗിൻലോ, പോയിട്ട് എണ്ണിക്കോളൂ. അമ്മാനെ ജവാബ് ദിയ, അമ്മ മറുപടി പറഞ്ഞു. നന്ന ഉല്ലു ഉഡ്കർ സമുദ്ര കെ കിനാരെ ആ പഹുഞ്ച, അങ്ങനെ നന്ന ഉല്ലു സമുദ്ര കെ കിനാരെ, സമുദ്രത്തിൻ്റെ തീരത്ത്, പഹുഞ്ച കരയിലെത്തി. വോ ഗിന്നെ ലഗ, അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3 11 12 13 1001 1002, അങ്ങനെ 1001 1002 എണ്ണിക്കൊണ്ടേയിരുന്നു. ഓർ ജബ് സൂരജ് നിഖല, അങ്ങനെ സൂര്യൻ ഉദിച്ചു. തോ ഉസ്നെ ദേഖ, അപ്പോൾ അവൻ കണ്ടു. ഓർ ജബ് സൂരജ് നിഖല തോ, അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ ഉസ്നെ ദേഖ, അവൻ നോക്കി. കി സമുദ്ര അബ് ഭി ലഹരോ സെ ഭരാ ഹുവാ താ, അപ്പോഴും അവൻ കണ്ടു സമുദ്രം അബ് ഭി, ഇപ്പോഴും, അപ്പോഴും അവൻ സൂര്യൻ ഉദിച്ചപ്പോഴും ലഹരോ സെ ഭരാ ഹുവാ താ, തിരമാലകൾ നിറഞ്ഞു കിടക്കുകയാണ് കടലിൽ. വോ അമ്മാക്കെ പാസ് ലൗട്ടായ, അവൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. തോ കിത്നി ലഹരേ ഹേ സമുദ്രമേ, അമ്മാനെ പൂച്ച. അപ്പോൾ എത്ര തിരമാലകളുണ്ട് സമുദ്രത്തിൽ? അമ്മ ചോദിച്ചു. ഇത്നി കി മേ ഗിൻ ഭി നഹീ സക്താ, എത്രയുണ്ടെന്നറിയോ? ഇത്രയധികം ഉണ്ട്. മേ ഗിൻ ഭി നഹീ സക്താ, എനിക്ക് എണ്ണാൻ പോലും പറ്റുന്നില്ല, ഞാൻ തീരുന്നില്ല, അത്രയധികം ഉണ്ട് അമ്മേ എന്ന് നന്ന ഉല്ലു പറഞ്ഞു. ഇത്നി കി മേ ഗിൻ ഭി നഹീ സക്താ, എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല, അത്രയധികം ഉണ്ട് അമ്മേ. നന്ന ഉല്ലു ആംഖേ മിച്ച് മിച്ചാത്തെ ഹുയെ പോല, കണ്ണുകൾ തിരുമ്മിക്കൊണ്ട്. നന്ന ഉല്ലു കുഞ്ഞുമൂങ്ങ, ആംഖേ കണ്ണുകൾ, മിച്ച് മിച്ചാത്തെ ഹുയെ തിരുമ്മിക്കൊണ്ട്, പോല പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്തിനി എത്രയുണ്ടെന്നറിയോ? മേ ഗിൻ ഭി നഹീ സക്താ, എനിക്ക് എണ്ണാൻ പോലും പറ്റുന്നില്ല, അത്രയധികം തിരമാലകളുണ്ടമ്മേ. അടുത്ത ഭാഗം നോക്കാം.
അഗലി രാത് അടുത്ത രാത്രി നൻഹെ ഉല്ലൂനെ കുഞ്ഞുമൂങ്ങ അപ്പനെ അമ്മാസെ പൂച്ച തൻ്റെ അമ്മയോട് ചോദിച്ചു. സമുദ്ര കിത്ന ഗഹരാ ഹേ, അമ്മേ ഈ സമുദ്രം എത്ര ആഴമുണ്ടാകും? അമ്മേ ഒന്ന് പറഞ്ഞു തരുമോ? അഗലി രാത് അടുത്ത രാത്രി നൻഹെ ഉല്ലൂനെ കുഞ്ഞുമൂങ്ങ അപ്പനെ അമ്മാസെ പൂച്ച തൻ്റെ അമ്മയോട് ചോദിച്ചു. സമുദ്ര കിത്ന ലഹരാ ഹേ, സമുദ്രം എത്ര ആഴമുണ്ടമ്മേ? ബഹുത് ഗഹര, വളരെയധികം. അമ്മ ബോലി, അതൊരുപാട് ആഴമുണ്ട് മോനെ എന്ന് അമ്മ പറഞ്ഞു. അമ്മ ബോലി. കിത്ന ഗഹര, എത്ര ആഴം? നന്നെ ഉല്ലൂനെ പൂച്ച കുഞ്ഞുമൂങ്ങ ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ ആകാശത്തിൻ്റെ നേരെ നോക്കാൻ തുടങ്ങി. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ ആകാശത്തിന് നേരെ നോക്കാൻ തുടങ്ങി. ലഗ്ഭഗ് ഏകദേശം ഉത്നാ ഹി ഗഹരാ ഹെ, അത്രയധികം ആഴമുണ്ട്. ജിത്ന ഊഞ്ച ആസ്മാൻ ഹെ, എത്ര ഉയരം ആകാശമുണ്ടോ അത്ര തന്നെ ആഴവുമുണ്ട് ഈ സമുദ്രം. സമുദ്രം അത്രയധികം ആഴമുണ്ട് എന്ന് അമ്മ ബോലി, അമ്മ പറഞ്ഞു. നന്ന ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗ, നന്ന ഉല്ലു മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. വോ പൂരി രാത്ത് പേട് പർ ബൈഠാ രഹ, അത് അന്ന് രാത്രി മുഴുവൻ മരത്തിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടോ ആസ്മാൻ ഓർ സിതാരോ കെ ബാരെ മേ സോച്താ രഹ, അന്ന് മുഴുവൻ ആസ്മാൻ ആകാശം ഓർ സിതാരെ നക്ഷത്രങ്ങളെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും കെ ബാരമെ കുറിച്ച് സോച്താ രഹ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. മരത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആകാശത്തെക്കുറിച്ചും ആസ്മാൻ ഓർ സിതാരോ കെ ബാരമെ ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഓർത്തുകൊണ്ടേയിരുന്നു. സമുദ്ര ഓർ ലഹരെ കെ ബാരമെ സോച്താ രഹ, സമുദ്ര ഓർ ലഹരോ കെ ബാരമെ സമുദ്രത്തെക്കുറിച്ചും അതിൻ്റെ തിരമാലകളെക്കുറിച്ചും അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ജോ ഭി ഉസ്നെ അമ്മാ സെ സീഖാ ഥാ ഉസ്കെ ബാരെ മേ സോച്താ രഹ, എന്തൊക്കെയാണോ അമ്മയിൽ നിന്നും അവൻ പഠിച്ചത്, ജോ ഭി എന്തൊക്കെയാണോ ഉസ്നെ അവൻ അമ്മാ സെ സീഖാ ഥാ അമ്മയിൽ നിന്നും പഠിച്ചത്, ഉസ്കെ ബാരെ മേ അതിനെക്കുറിച്ച് സോച്താ രഹ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ജൈസേ ഹി സൂരജ് നിക്കല, അപ്പോഴാണ് സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ നന്ന ഉല്ലു കുഞ്ഞുമൂങ്ങ അമ്മ കി ഓർ മുട അമ്മയുടെ നേരെ തിരിഞ്ഞു. ഓർ ബോല എന്നിട്ട് പറഞ്ഞു. മേൻ തുംസെ പ്യാർ കർത്താ ഹു അമ്മ, ഞാൻ തുംസെ നിങ്ങളെ താങ്കളെ, അതായത് തുംസെ സ്നേഹത്തോടെ പറയുമ്പോൾ തുംസെ എന്ന് പറയും. ആപ്സെ എന്നാണ് ശരിക്കും നമ്മൾ റെസ്പെക്റ്റോട് കൂടി പറയുക. ഇതത്രയും അടുത്ത് പറയുമ്പോൾ തുംസെ പ്യാർ കർത്താ ഹു, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു അമ്മ. കിത്ന എത്ര, അമ്മനെ പൂച്ച അമ്മ ചോദിച്ചു. എത്രയധികം സ്നേഹിക്കുന്നു നീ എന്നെ? ബഹുത് വളരെയധികം. നന്ന ഉല്ലു പോല, നന്ന ഉല്ലു പറഞ്ഞു. കുഞ്ഞുമൂങ്ങ പറഞ്ഞു. നന്നെ ഉല്ലുനെ ഏക് പൽ സോച്ച ഓർ അമ്മ കെ ഗലെ ലഗ് ഗയ, നന്നെ ഉല്ലു കുഞ്ഞുമൂങ്ങ ഏക് പൽ ഒരു നിമിഷം സോച്ച ചിന്തിച്ചു, ഔർ എന്നിട്ട് അമ്മക്ക് ഗലേ ലഗ് ഗയ അമ്മയെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞു. ആസ്മാൻ ജിത്ന ഊഞ്ചാ ഹേ ഓർ സമുദ്ര ജിത്ന ഗഹര, ആസ്മാൻ ആകാശം എത്ര ഉയരത്തിലാണോ അത്രയധികം അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. ഓർ അതുപോലെ തന്നെ സമുദ്ര ജിത്ന ഗഹര, സമുദ്രം എത്ര ആഴമുണ്ടോ അത്രയധികം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് കുഞ്ഞുമൂങ്ങ ഉത്തരം പറഞ്ഞു. അങ്ങനെ നന്ന ഉല്ലു പറയുകയാണ്, മേ തുംസെ ഉത്തന പ്യാർ കർത്താ ഹൂ അമ്മ, ഞാൻ അത്രയധികം അമ്മയെ സ്നേഹിക്കുന്നു അമ്മേ. എത്രത്തോളം ആകാശം ഉയരമുണ്ടോ അത്രത്തോളം, എത്രയധികം ആഴമുണ്ടോ സമുദ്രം അത്രത്തോളം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മാനെ നന്നെ ഉല്ലുക്കോ ഠാപ്ലിയ, അങ്ങനെ അമ്മ മൂങ്ങ നന്ന ഉല്ലുവിനെയും കെട്ടിപ്പിടിച്ചു. തും കിത്നി ബാർ ഗലെ ലഗാവുകെ മുച്ചേ ലഗാവുകി, നീ എന്നെ എത്രയധികം കെട്ടിപ്പിടിക്കും, എൻ്റെ കഴുത്തിൽ ഇങ്ങനെ അണച്ചു പിടിക്കും. നീ കിത്നി ബാർ എത്ര തവണ ഗലെ ലഗാവുകെ മുച്ചേ എന്നെ അണച്ചു പിടിക്കും. നന്നെ ഉല്ലുവിനെ പൂച്ച നന്നെ ഉല്ലു ചോദിച്ചു.
ബഹുത് ബാർ വളരെയധികം. അമ്മാനെ ഫിർ ഉസെ ഗലാ ലഗാ ലിയ. അമ്മ ഉല്ലു അമ്മാനെ ഫിർ അമ്മ വീണ്ടും എന്ത് ചെയ്തു? ഗലേസെ ലഗാ ലിയ വീണ്ടും കെട്ടിപ്പിടിച്ചു. അപ്പോൾ നന്ന ഉല്ലു ചോദിക്കുകയാണ്, തും കിത്നി ബാർ ഗലേ ലഗാओगे മുझे? അമ്മ എത്ര തവണ എന്നെ കെട്ടിപ്പിടിക്കും? അമ്മേ തും കിത്നി ബാർ ഗലേ ലഗാओगे മുझे? അമ്മ എന്നെ എത്ര തവണ കെട്ടിപ്പിടിക്കും അമ്മേ? നന്നെ ഉല്ലുവിനെ പൂച്ച. നന്നെ ഉല്ലു ചോദിച്ചു. ബഹുത് ബാർ വളരെയധികം, ഒരുപാട് തവണ. അമ്മാനെ ഫിർ ഉസെ ഗലേസെ ലഗാ ലിയ അമ്മ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു, അണച്ചു പിടിച്ചു. കിത്നി ബാർ എത്ര തവണ? പറയൂ അമ്മേ, എത്ര തവണ എന്നെ ഇങ്ങനെ പിടിക്കും? നന്നെ ഉല്ലുവിനെ ഊഹ്തേ ഹുയെ പൂച്ച വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചു. അതായത് കൊഞ്ചിക്കൊണ്ടിങ്ങനെ ചോദിച്ചു. ജിത്നി ലഹരെ ഹെ സമുദ്രമേ, എത്ര തിരമാലകളുണ്ടോ സമുദ്രത്തിൽ. ജിത്നെ താരേ ഹെ ആസ്മാനുമേ, എത്ര നക്ഷത്രങ്ങളുണ്ടോ ആകാശത്ത്. ഉത്നി ബാർ അത്ര തവണ എന്ന് അമ്മ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഒരു അമ്മ ഉല്ലുവും ഒരു കുഞ്ഞു ഉല്ലുവും തമ്മിലുള്ള, ഒരു കുഞ്ഞു മൂങ്ങയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ കേട്ടത്. അപ്പോൾ ശരിക്കും മാതൃത്വം, ഒരു അമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിറകുടമായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. ആകാശം എത്ര ഉയരമുണ്ടോ അത്രയധികം. അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കടലിലെ തിരമാലകൾ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണവും നമുക്കറിയില്ല. അപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അളവറ്റത്, അതിനൊരളവില്ല. അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സ്നേഹവും കാരുണ്യവും ദയയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ബാക്കി കൂടി നോക്കാം. നമുക്ക് അടുത്ത പേജിൽ കുറച്ച് വർക്കുകളുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്തത് പറഞ്ഞത് കേട്ടല്ലോ. അടുത്തത് ഇതാണ്, ഉല്ലു കി കഹാനി പഠി. നിങ്ങൾ ഉല്ലുവിൻ്റെ കഥ പഠിച്ചല്ലോ അല്ലേ? വായിച്ചു. ഏ പ്യാർ കി കഹാനി ഹെ, ഇതൊരു സ്നേഹത്തിൻ്റെ കഥയാണ് അല്ലേ? സ്നേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ പ്യാർ കി കഹാനി ഹെ കൈസി ലഗി, നിങ്ങൾക്കിതെങ്ങനെ തോന്നി? ഈ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കഹാനി വാചൻ കെ അനുഭവ് പർ ലിഖേ അപ്നി ഡയറി. അപ്പം നിങ്ങൾ ഈ കഥ വായിച്ചിട്ട് നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ഡയറിയായി എഴുതുക. പിന്നെ ആം പക്കായേ, താഴെ കാണാം ആം പക്കായേ. ആം പക്കായ എന്ന് പറഞ്ഞാൽ മാങ്ങ പഴുപ്പിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ആം പക്കായേ, മാങ്ങ പഴുപ്പിക്കാം. എന്താണ് ഇവിടെ ഇതാക്കുന്നത്? അതായത് പ്യാർക്ക വിശ്ലേഷൺ. ഒന്നാമത്തേതിൽ നിങ്ങൾ ഡയറി എഴുതുമ്പോൾ പ്യാർക്ക വിശ്ലേഷൺ, സ്നേഹത്തെ നിർവചിക്കണം അല്ലേ? ആത്മനിഷ്ഠ ഭാഷ. പിന്നെ ഒരു ഡയറി എഴുതുമ്പോൾ അത് ആത്മനിഷ്ഠമായിരിക്കണം ഭാഷ. അതായത് ഞാൻ, എൻ്റെ, എനിക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഭാഷയാണ് അതിലുണ്ടാവുക. നീ, നിൻ്റെതൊന്നും അല്ല അതിൽ പറയുക അല്ലേ? ഞാൻ, അതായത് നമ്മുടെ ആത്മനിഷ്ഠമായിരിക്കണം അതിലെ ഭാഷ. അപ്പനെ അനുഭവം, അതുപോലെ നിങ്ങൾക്കുണ്ടായ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും. അടുത്ത ആമിൽ അതാണ് കേട്ടോ. ഓരോ മാങ്ങകൾ, ഓരോ ആം കൊടുത്തത് കണ്ടല്ലോ. അപ്പോൾ ഓരോ ആമിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. രണ്ടാമത്തെ ആമിലാണ് ആത്മനിഷ്ഠ ഭാഷ. മൂന്നാമത്തേതിൽ അപ്പനെ അനുഭവം, നിങ്ങളുടെ അനുഭവം. പിന്നെ ദിനാങ്ക് തഥാ വാർ, അതുപോലെ തന്നെ ദിനാങ്ക് ഡേറ്റ്, തീയതി. കഥ, അതുപോലെ തന്നെ വാരം, ആഴ്ച. നമ്മൾ ഏത് ദിവസമാണോ ആ ഡയറി എഴുതിയത് അതും ഡേറ്റും വളരെ പ്രധാനമാണല്ലോ അല്ലേ? അപ്പോൾ അതും തീർച്ചയായും ഡയറി എഴുതുമ്പോൾ എഴുതുക. അതിനുശേഷം ഇതൊക്കെ എഴുതി കഴിഞ്ഞ ആൾ, അതായത് പ്യാർക്ക വിശ്ലേഷൺ, സ്നേഹത്തെക്കുറിച്ചുള്ള നിർവചനം, സ്നേഹത്തിൻ്റെ നിർവചനം, ആത്മനിഷ്ഠ ഭാഷ, ആത്മനിഷ്ഠമായ ഭാഷയിൽ എഴുതിയത്. പിന്നെ അപ്പനെ അനുഭവം, നിങ്ങളുടെ അനുഭവങ്ങൾ. പിന്നെ ദിനാങ്ക് തഥാ
വാർ, ഡേറ്റും ദിവസവും. പിന്നെ അനുഭവം, നിങ്ങൾക്ക് ഇത് വായിച്ചിട്ടുള്ള അനുഭവവും ഒക്കെ എഴുതാൻ കേട്ടോ. നിങ്ങൾക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അത്, ഈ കഥ വായിച്ചിട്ട്, അതാണ് എഴുതേണ്ടത്. പിന്നെ ഉൻ ആമോക്കോ പീല രംഗതേ. പിന്നെ ഇനി ചെയ്യാനുള്ളത്, ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ മാങ്ങ പഴുപ്പിക്കണ്ടേ. ഇപ്പം മാങ്ങ പച്ചയാണ്, പിന്നെ ഇത് പഴുപ്പിക്കണം. എങ്ങനെ പഴുപ്പിക്കും? അപ്പോൾ ഉൻ ആമോക്കോ പീല രംഗതേ, ഈ മാങ്ങകൾക്കൊക്കെ നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കുക. പീലാ രംഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം എന്നാണ് അർത്ഥം. അപ്പോൾ ഉൻ ആമോക്കോ പീലാ രംഗതേ, ആ മാങ്ങകൾക്ക് മഞ്ഞ നിറം കൊടുക്കൂ. ജോ അപ്പനി ഡയറി മെഹെ, നിങ്ങളുടെ ഡയറിയിലുള്ള ഈ മാങ്ങകൾക്ക് മഞ്ഞ നിറം കൊടുക്കുക. അങ്ങനെ ആ മാങ്ങ പഴുപ്പിക്കാം. ഇനി അടുത്ത പേജിൽ നോക്കൂ, എന്താണ് അടുത്ത പ്രവർത്തനം ഒന്ന് നോക്കാം നമുക്ക്. അമ്മ ഉല്ലു ഈ ഭാഗത്തും നന്ന ഉല്ലു എന്ന് ഈ ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അമ്മ ഉല്ലു ഇരിക്കുന്നുണ്ട്, നന്ന ഉല്ലു ഇരിക്കുന്നുണ്ട്. അവരുടെ താഴെ കുറച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. മുസ്കാനെ ലഗി, മുസ്കാനെ ലഗി എന്ന് അമ്മ ഉല്ലുവിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മുസ്കാനെ ലഗ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ സ്ത്രീലിംഗമാണ്, ഇവിടെ പുല്ലിംഗമാണ്. മുസ്കാനെ ലഗി പുഞ്ചിരിക്കാൻ തുടങ്ങി, മുസ്കാനെ ലഗ പുഞ്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ നന്ന ഉല്ലുവാണ്, ഇവിടെ പുല്ലിംഗമാണ്. ആൺ ജാതി, അതായത് പുല്ലിംഗം പുരുഷജാതി വരുമ്പോൾ ലഗ അല്ലേ, ഇവിടെ ലഗി എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് നിങ്ങളിവിടെ എഴുതണം. ബോലി, ഇവിടെ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ ഇതിൽ കൊടുത്തതുപോലെ ബോലി എന്നുള്ളതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബോൽനെ ലഗി. ഇവിടെയോ? അല്ലെങ്കിൽ ബോലി എന്നുള്ളതിനെ നിങ്ങൾക്ക് ബോല അങ്ങനെയും എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താണ്? സോ ഗയ എന്നാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എഴുതുക. ഇവിടെ ലൗട്ടായി മടങ്ങി വന്നു. ഇവിടെ സോഗയ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയതാണ് കേട്ടോ. പിന്നെ അമ്മ ഉല്ലുവിൻ്റെ താഴെ ലൗട്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നന്ന ഉല്ലുവിൻ്റെ താഴെ ഇതിന് പകരം എന്താണ് എഴുതേണ്ടത്? കണ്ടോ, ലൗട്ടായി. ഇവിടെ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അത് തിരിച്ചു വരിക എന്നാണ്. ലൗട്ടായി എന്നാൽ തിരിച്ചു വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നന്ന ഉല്ലുവിൻ്റെ താഴെ എന്താണ് എഴുതേണ്ടത്? അത് എഴുതുക. പിന്നെ അതുപോലെ ആ പഹുഞ്ച, നന്ന ഉല്ലുവിൻ്റെ താഴെ ആ പഹുഞ്ച എന്നാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ ഉല്ലുവിൻ്റെ താഴെ എന്തായിരിക്കും എഴുതേണ്ടത്? ഇവിടെ പേട് പെർ ബൈട്ടി, മരത്തിൽ ഇരുന്നു. മാറ്റമൊന്നും വേണ്ട, ഇതേ സെൻറ്റൻസ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. പേട് പെർ ബൈട്ടി. അപ്പോൾ ഇവിടെ പേട് പെർ ബൈ എന്താണോ എഴുതേണ്ടത്, ഠ എന്നാണോ ഠീ എന്നാണോ, അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഇവിടെ അമ്മ ഉല്ലുവാണ്, ഇവിടെ നന്ന ഉല്ലുവാണ്. ആ വ്യത്യാസം മനസ്സിലാക്കി നിങ്ങൾ എഴുതേണ്ട പോലെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പേജിലേക്ക് ഒന്ന് നോക്കാം. നമുക്കിത് ആരാണ് എഴുതിയതെന്ന് നോക്കണ്ടേ? നമുക്ക് വേണ്ടി ഈ കഥ എഴുതിയ കഥാകാരൻ ആരാണ്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയാം. മൈക്ക് ടെല്ലർ എന്നാണ്. മൈക്ക് ടെല്ലർ എന്ന അദ്ദേഹം എഴുതിയ കഥയാണിത്. ലേഖക് ഒരു എഴുത്തുകാരനാണ്, ചിത്രകാരനാണ്, അധ്യാപകനാണ്, ഗീത്കാർ ഒരു കവിത എഴുതുന്ന ആളാണ്, ശില്പിയാണ്, ആദി രൂപമേ മഷഹൂർ. ഇവയിലെല്ലാം ഇദ്ദേഹം പ്രസിദ്ധനാണ്. ആപ്കാ ജന്മ, അദ്ദേഹത്തിൻ്റെ ജന്മം 1936 1936 1936 ഒക്ടോബർ 8 ലോസ് ഏഞ്ചൽസ് മേ ഹുവ, ലോസ് ഏഞ്ചൽസിലാണ് അദ്ദേഹം ജനിച്ചത്. ദ ടീച്ചർ ഫ്രം ബ്ലാക്ക് ലഗൂൺ, the teacher from Black Lagoon, the little log from the Black Lagoon, the snow day from the Black Lagoon. ഈ കഥകളെല്ലാം അദ്ദേഹം രചിച്ചതാണ്. ആദി കൈ രചനായ ബച്ചോ കെ ലിയെ കി, കുട്ടികൾക്ക് വേണ്ടി ഈ കഥകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ കഥകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൈക്ക് ടെയ്ലറാണ് കേട്ടോ. മൈക്ക് ടെയ്ലറാണ് നമുക്ക് വേണ്ടി ഈ കഥ എഴുതിയത്. പക്ഷെ അത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയത്. ഇനി ഇത് വിവർത്തനം ചെയ്തത് നമുക്ക് വേണ്ടി, ഇത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് നമുക്ക് നോക്കാം. തേജി ഗ്രോവർ
അനുവാദക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ. ഹിന്ദി കവയിത്രി. അവർ ഒരു ഹിന്ദി കവയിത്രിയാണ്, ചിത്രകാരിയാണ്, അനുവാദകാണ്, ട്രാൻസ്ലേറ്ററാണ്, പര്യാവരൺ കാര്യകർത്ത, അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. ആദിക രൂപ് മേ മഷൂർ. ഇതിലെല്ലാം അവർ പ്രസിദ്ധയാണ്. ആപ്കാ ജന്മ പഞ്ചാബ് കെ പത്താൻകോട്ട് മേ 1955 കോ ഹുവ. അവരുടെ ജനനം പഞ്ചാബിലെ പത്താൻകോട്ട് എന്ന ജില്ലയിൽ 1955 ആണ് ഉണ്ടായത്. തേജി ഓർ രുസ്തം കി കവിതായെ, അവരുടെ ഒരു കൃതിയാണ് തേജി ഓർ രുസ്തം കി കവിതായെ. മൈത്രി, പിന്നെ ലോക് കഹാ സാംബ്രി ആദി കൈ കിതാബെ ലിഖി. ഇതൊക്കെ അവർ എഴുതിയ പുസ്തകങ്ങളാണ്. ഭരത് ഭൂഷൺ അഗർവാൾ അവാർഡ് ഓർ ദി രാസ അവാർഡ് ആദി സെ സമ്മാനിത്. ഈ പറയുന്ന അവാർഡുകളെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ കഥ ആരാണ് എഴുതിയത്, ആരാണിത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഏതായാലും നല്ലൊരു കഥയാണ് അല്ലേ, നല്ല അർത്ഥവത്തായ നല്ല രസകരമായ ഒരു കഥ. അപ്പോൾ എല്ലാവരും ഈ പാഠം നന്നായിട്ട് വായിക്കുക, ഇതിലെ വർക്കുകളെല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.